പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ മുസ്ലിം ലീഗിൽ പ്രതിഷേധം. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നുവെന്ന് ആരോപണം. ഡോക്ടർ എം.കെ. മുനീറും കെ.എം. ഷാജിയും പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത്. നിലമ്പൂരിലെ വാശിയേറിയ പ്രചരണങ്ങൾ കൊട്ടിക്കലാശത്തിലെത്തിയെങ്കിലും ആഭ്യന്തര അടിയൊഴുക്കുകൾ യു.ഡി.എഫ് മുന്നണിയിൽ ഉണ്ടാക്കുന്ന അലോസരങ്ങൾ വളരെ വലുതാണ്. മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷികളായ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ചില നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഇപ്പോഴത്തെ സങ്കീർണതകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. നിലമ്പൂരിലെ പോരാട്ടം അഭിമാന വിഷയമാണെന്നും അതിനുവേണ്ടി ആരുടെ വോട്ടും എന്ത് വില കൊടുത്തും നേടണമെന്നുമാണ് യു.ഡി.എഫ് നേതൃത്വം കരുതുന്നത്. അതിൽ ലീഗ് നേതൃത്വത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയം വോട്ട് കിട്ടാനായി കോൺഗ്രസ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ അതിര് കവിഞ്ഞ് വാഴ്ത്തുന്നതിനോടാണ് ലീഗ് നേതാക്കൾക്കിടയിൽ അമർഷം പുകയുന്നത്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടന അല്ലെന്നും ആദ്യകാല നിലപാടുകളിൽ നിന്നെല്ലാം മാറി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ്. ഇതിനെതിരെയാണ് മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ എം.കെ. മുനീറും കെ.എം. ഷാജിയും രംഗത്ത് വന്നിരിക്കുന്നത്. അതിരൂക്ഷ ഭാഷയിലാണ് ഇരുവരും വി.ഡി. സതീശന്റെ നിലപാടുകളെ തള്ളി പറഞ്ഞിരിക്കുന്നത്. യു.ഡി.എഫിന്റെ നയത്തിന് വിരുദ്ധമായി പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതിനെതിരെ ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത് മതേതര നിലപാടുകൾക്കൊപ്പമാണെന്നും എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുകയും തീവ്രവാദ ആശയങ്ങൾ പരോക്ഷമായി പ്രചരിപ്പിക്കുകയുമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നിലപാട്. ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള വെൽഫെയർ പാർട്ടിയുമായി പിന്നീട് പലതവണ ലീഗ് നേതാക്കൾ നീക്കുപോക്കുകൾ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും നിലമ്പൂർ രാഷ്ട്രീയം പോലെ സങ്കീർണമായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് പിൻബലം LDFും UDFും പല ഘട്ടങ്ങളിലായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ ചരിത്രം. അതേസമയം മതരാഷ്ട്രവാദം ഈ വിധത്തിൽ തുറന്ന ചർച്ചയായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ്. ഇടതുപക്ഷം അത് ആയുധമാക്കിയപ്പോൾ പ്രതിരോധിക്കാനായി വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുകയും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയുമാണ് ചെയ്തത്. സാമുദായിക രാഷ്ട്രീയ വീക്ഷണത്തിൽ ജമാഅത്തുമായി ഭിന്നചേരികളിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനാകട്ടെ ഇത് തെല്ലും അംഗീകരിക്കാൻ കഴിയുന്നതുമായിരുന്നില്ല. മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ ലീഗിന്റെ പ്രഖ്യാപിത നിലപാടുകളെ മാനിക്കാതെ വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ ലീഗ് നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നത് ഈ സാഹചര്യത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരോക്ഷ പിന്തുണ നേടിയിരുന്ന സമയത്തുപോലും ഇടതുപക്ഷം അവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നില്ലെന്നതും ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങളെല്ലാം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ മതരാഷ്ട്രവാദം ജമാഅത്തിൽ കത്തി നിന്നിരുന്നു. അന്നെല്ലാം അതിനെതിരെ കടുത്ത നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. ലീഗ് നേതാക്കളുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും ഇന്നേ വരെ ഒരു മായവും ലീഗ് നേതാക്കൾ ചേർത്തിട്ടില്ല. മതരാഷ്ട്രവാദം എന്ന അവരുടെ അടിസ്ഥാന ദർശനം ഇപ്പോഴും അതേപടി നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ലീഗ് നേതാവ് ഡോക്ടർ എം.കെ. മുനീർ പ്രതികരിക്കുന്നത് ഈ വിധത്തിലാണ്. കുറെ കൂടി കർക്കശ ഭാഷയിലാണ് ലീഗ് നേതാവ് കെ.എം. ഷാജിയുടെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും തമ്മിൽ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഭിന്ന തലങ്ങളിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും ഒന്നാണെങ്കിൽ പിന്നെ എന്തിന് വേറെ നിൽക്കണം? സമുദായത്തെ ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്താൻ ആരും ശ്രമിക്കേണ്ട എന്ന വിധത്തിൽ ശക്തമായ സ്വരത്തിലാണ് മുസ്ലിം ലീഗിലെ യുവ നേതാവിന്റെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശക്തമായ പ്രതികരണം നടത്തിയിട്ടുള്ള നേതാവാണ് കെ.എം. ഷാജി. ഷാജി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ്. എക്കാലത്തും ഗൂഢമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ജമാഅത്ത് നടത്തിയിട്ടുള്ളത്. ദലിത്, ആദിവാസി, പ്രകൃതി, മീഡിയ തുടങ്ങി വിഭിന്ന മേഖലകളിൽ അവരെ കാണാനാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല അവർ. ലോകത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിത്ത് വിതച്ചത് മൗദൂദിയാണ്. ആ മൗദൂദി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പിതാവ്. ഈ വിധത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത കെ.എം. ഷാജിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഈ വിധം വെള്ളപൂശലുകളെ അംഗീകരിക്കാൻ കഴിയുക? ഡോക്ടർ എം.കെ. മുനീറിനെ പോലെയും കെ.എം. ഷാജിയെ പോലെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദ ഫാസിസ്റ്റുകൾ എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത്. തന്റെ സിനിമയായ ദൈവനാമത്തിൽ ചർച്ച ചെയ്യുന്നത് പോലും മുസ്ലിം സമുദായത്തിലെ മതരാഷ്ട്രവാദ വേരോട്ടത്തെക്കുറിച്ചാണ്. പൃഥ്വിരാജ് നായകനായ ആ സിനിമയിൽ ജമാഅത്ത് സ്ഥാപകൻ മൗദൂദിയുടെ ദർശനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്.
ആ വിധത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആര്യാടൻ ഷൗക്കത്ത് ആവട്ടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായതോടെ തന്റെ മുൻ നിലപാടുകളെ തള്ളാനും കൊള്ളാനുമാകാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ വെള്ളപൂശലിൽ കടുത്ത അതൃപ്തി മുസ്ലിം ലീഗിനുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അതൊന്നും പ്രകടിപ്പിക്കാതെ UDF സ്ഥാനാർത്ഥിക്കായി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന നിർദ്ദേശമാണ് ലീഗ് നേതൃയോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചത്. ഡോക്ടർ MK മുനീറും KM ഷാജിയും അത് അംഗീകരിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് കൈക്കൊള്ളുന്ന ഈ വിധം ഏകപക്ഷീയ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. UDF രാഷ്ട്രീയത്തെ ഇത് പ്രക്ഷുബ്ധമാക്കുമെന്നത് ഉറപ്പാണ്.